സാരംഗവാണിയിലേക്ക് വിനയാന്വിതമായ സ്വാഗതം. ഈ ചിത്രം നോക്കുക. മണ്ട പോയ ഒരു തെങ്ങാണ്. 3 ഓലകൾ മാത്രം. അതിൽ കുറേ വെള്ളക്കാന്നോ അച്ചിങ്ങാന്നോ എന്ന് പറയുന്ന ഇത്. 1 മാസത്തിന് ശേഷം വീണ്ടും എടുത്ത ചിത്രമാണിത്. 3 ഓലകൾ മാത്രമുള്ള തൻ്റെ ജീവിതം അവസാനിക്കുന്ന ഉറപ്പുള്ള ആ തെങ്ങ് ആ അച്ചിങ്ങയെ ഇളനീരാക്കാനുള്ള ശ്രമത്തിലാണ്, തുടർന്ന് നാളികേരമാക്കാനും. ഈ തെങ്ങ് നോക്കുക. നമ്മുടെ നാട്ടിൽ കൊന്നത്തെങ്ങ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴും അതിൽ നിറയെ മച്ചിങ്ങയും ഇളനീരും നാളികേരവുമാണ്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ വംശ നിലനിൽപ്പിന് വേണ്ടി അത് പരിശ്രമിക്കുകയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും ഈ കേരവൃക്ഷത്തിനെ സംബന്ധിക്കുന്ന ഒരു വലിയ ഉപദേശം ഋഷി നമുക്ക് തരുന്നു. പ്രഥമ വയസിദത്തം തോയമൽപ്പം സ്മരന്ത സലിലമൃതതുല്യം ദദ്യതേ ജീവിതാന്തം ശിരസി നിഹിതഭാര നാളികേരോ നരാണം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. എത്ര മനോഹരം! ഒരു തെങ്ങിൻ്റെ തൈ നടുമ്പോൾ അതിന് നമ്മൾ ആദ്യം കുറച്ച് ചെളിവെള്ളം വല്ലതും ഒഴിച്ചു കൊടുക്കും. അതിന് പ്രത്യുപകാരമായി സലിലം അമൃതകൽപ്പം, അമൃതത്തിന് തുല്യമാണ് ഇളനീരെന്ന് പറയുന്നു. എത്ര ശരിയാണ്! ഏത് മാരകമായ രോഗികൾക്കും കഴിക്കാവുന്ന ഒരു വലിയ വിശിഷ്ടമായ പാനീയമാണ് ഇളനീര്. നമുക്കറിയാം. അതിൻ്റെ വിശേഷങ്ങളും ശാസ്ത്രീയ വശങ്ങളൊന്നും ഞാനിപ്പോൾ പരാമർശിക്കാൻ നിൽക്കുന്നില്ല. അമൃതതുല്യമായ ഇളനീര് എത്ര കാലം തരുന്നു? അതാണ് ഈ തെങ്ങിനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്. സലിലം അമൃതതുല്യം ദദ്യതേ ജീവിതാന്തം. തൻ്റെ ജീവിതം അവസാനം വരെ ഇളനീര് തിരിച്ചു തരുന്ന ഈ കേരവൃക്ഷത്തിനെ കണ്ട് മനുഷ്യനൊരു പാഠം പഠിക്കണം. നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കാത്തവനാണ് സജ്ജനം. ഈ ശ്ലോകം എന്നെ പഠിപ്പിച്ചു തന്നത് സംസ്കൃത ഭാഷ പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായ മഹാഗുരു ബാലരാമ പണിക്കർ സാറ്. അദ്ദേഹത്തിനെ ആദ്യം കാണുമ്പോൾ സിദ്ധരൂപമോ അമരകോശമോ കാളിദാസ സാഹിത്യ സർവസ്വമോ അല്ലെങ്കിൽ ശങ്കരസൂക്തങ്ങളോ ഒന്നുമല്ല. ആദ്യം പഠിപ്പിച്ചത് ഇളനീര് കുടിക്കാൻ തന്നിട്ട് ഈ ശ്ലോകം എഴുതി തരികയാണ് 40 കൊല്ലത്തിനപ്പുറം. നന്ദി എന്ന മഹാകർമ്മത്തെ പൗരാണിക ഭാരതം എത്ര ശക്തമായി അരക്കിട്ടുറപ്പിക്കുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് ചിന്തിക്കാം. മാനവിക സംസ്കാരത്തിൽ ഊറിത്തെളിയുന്ന ആർദ്രതയുടെ ഭാവമാണ് നന്ദി, സ്നേഹം, കരുണ ഒക്കെ. ഇതൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ഭാരതത്തിൻ്റെ 2 ഇതിഹാസങ്ങളാണ്. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യമായ രാമായണവും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറി ഏറ്റവും അധികം ശ്ലോകമുള്ള മഹാഭാരതവും. ഇതിൽ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ സുഗ്രീവനും ശ്രീരാമചന്ദ്രനും തമ്മിലൊരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. 2 കരാറുകളാണ്. ഒന്ന്, ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവൻ അവകാശപ്പെട്ട കിഷ്കിന്ധ എന്ന രാജ്യം പിടിച്ചു കൊടുക്കാമെന്ന് ശ്രീരാമചന്ദ്രൻ. പ്രത്യുപകാരമായി സീതാന്വേഷണത്തിന് വാനരപ്പടകളെ അയച്ച് വേണ്ടുന്നത് ചെയ്യാമെന്ന് സുഗ്രീവൻ. കരാറിൻ്റെ 1-ാം ഭാഗം നടപ്പായി. സുഗ്രീവൻ 2-ാം ഭാഗം നടപ്പാക്കാതെ മറന്ന് അങ്ങനെ രാജ്യഭാരത്തിൽ ആസക്തനായിരിക്കുന്ന സമയത്ത് വീരഹനുമാൻ സുഗ്രീവനോട് പറയുന്നൊരു ഭാഗം മനോഹരമായ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. ഇക്കാലത്തേറെ പ്രസക്തമാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. മഹാഭാരതത്തിലേക്ക് വന്നാൽ 13ാമത്തെ പർവ്വമാണ് അനുശാസനാ പർവ്വം. ശരശയ്യ അവലംബിയായി കിടക്കുന്ന ഭീഷ്മാചാര്യർ, അദ്ദേഹത്തിൻ്റെ സമീപത്തെ ഖിന്നമാനസനായി നിൽക്കുന്ന യുധിഷ്ഠിരൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി ഭീഷ്മാചാര്യർ പറഞ്ഞു കൊടുക്കുന്ന കഥകളും ഉപകഥകളുമായി പോകുന്നൊരു ഭാഗമാണ് അനുശാസനാ പർവ്വം. 168 അധ്യായമാണ്. ഇംഗ്ലീഷിലൊരു ശൈലിയുണ്ടല്ലോ, അൺപുട്ട് ഡൗണബിൾ ബുക്ക്, താഴെ വെക്കാൻ തോന്നാത്ത ബുക്ക് എന്നൊക്കെ പറയുന്ന ഭാഗം, അതാണിത്. ഈ അനുശാസന പർവ്വതത്തിലെ കഥകളും ഉപകഥകളുമായി പോകുമ്പോൾ ആത്മീയവും ഭൗതികമായ വിജ്ഞാനത്തിൻ്റെ ഒരു ഭണ്ഡാരമാണത്. അതിൽ ഭീഷ്മാചാര്യർ പറയുന്നു,
കൃതഘ്നത, നന്ദികേട് കാണിക്കൽ പ്രായച്ചിത്തമില്ലാത്ത പാപമാണ്. അതിൻ്റെ പരിഹാരം മരണം മാത്രമാണ്. കണ്ടോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് രാമായണവും കൃതജ്ഞത കാണിക്കുന്നവന് മരണമാണ് അതിൻ്റെ അവസാനമെന്ന് പറയുമ്പോൾ നന്ദികേട് കാണിക്കുന്നവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എത്ര ശക്തമായിട്ടാണ് നന്ദി എന്ന മഹാകർമ്മത്തെ പൗരാണിക ഭാരതം ഊട്ടി ഉറപ്പിച്ചെന്ന് നമ്മൾ ചിന്തിക്കണം. നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും നിനക്കൊരു ഉപകാരം ചെയ്താൽ കഴിയുമെങ്കിൽ അവന് പ്രത്യുപകാരം ചെയ്യണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പറയണം. സൃഷ്ടികളോട് നന്ദി കാട്ടാത്തവൻ സൃഷ്ടാവിനോട് നന്ദി കാട്ടുകയില്ല. പല പടവുകൾ കയറിപ്പോകാനും പല നേട്ടങ്ങൾ കൊയ്തെടുക്കാനും പല ലക്ഷ്യങ്ങൾ സാധിക്കാനും പലരുടെയും സഹായം തേടും, കാലുപിടിക്കും ഒക്കെ ചെയ്യും. നമ്മളൊക്കെ പലരും സഹായിച്ചിട്ടുണ്ട്. അവസാനം അവർ നന്ദികേടിൻ്റെ പര്യായമാകുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലുണ്ട്. പറഞ്ഞാലൊടുങ്ങാത്ത കഥകളുണ്ട്. സർവീസ് ജീവിതത്തിലിരിക്കുന്ന കാലഘട്ടത്തിലും പലരെയും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിച്ച്, നിയമം വിട്ടുമൊക്കെ സഹായിച്ചവരുണ്ട്. കണ്ടാൽ പിന്നെ മിണ്ടുക പോലുമില്ല, ഒന്ന് വിളിക്കുക പോലുമില്ല, കണ്ടാൽ ചിലപ്പോൾ തിരിഞ്ഞു നടന്നു കളയും. അതുപോലെ നമ്മൾ വളർത്തിയെടുത്ത പലരും കാണാൻ പോലും തയ്യാറാകാതെ ഓടിപ്പോകുന്ന കാണുമ്പോൾ ആ കൃതജ്ഞത ഉണ്ടാകുമ്പോൾ, അത് കാണുമ്പോൾ മനസ്സിന് സമാധാനം കൊടുക്കുന്നത് ഭഗവത്ഗീതയിലെ വരികളാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മണ്യേവാധികാരസ്തേ, കർമ്മം ചെയ്യുക. അതാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് സമാധാനപ്പെടാനേ കഴിയുള്ളൂ. നാലുകാലിൽ ജീവനാന നായൻ വാലിൽ എരും നன்றി മനിതാ, ഇരുകാൽ മൃഗമാന മൂളയിൽ വരാതത് ഏൻ എന്ന് ഒരു തമിഴ് കവി ചോദിക്കുന്നു. കയറിപ്പോയി കഴിഞ്ഞാൽ കയറ്റിവിട്ട ഏണി, ആ ഏണിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഏണിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണല്ലോ മനുഷ്യൻ്റെ ശീലം. കഴിയുമെങ്കിൽ ആ ഏണി തട്ടിക്കളയും. ഒരു കാലത്ത് ഇറങ്ങേണ്ടി വന്നാൽ ഈ ഏണി വേണ്ടി വരുമെന്ന ചിന്തയില്ല. ഭരണാധികാരികളുടെ നന്ദിയില്ലാത്ത സമൂഹം, കൂടപ്പിറപ്പുകളോട് കടമ മറക്കുന്ന സഹോദരങ്ങൾ, നേതാവിനോട് കൂറില്ലാത്ത അനുയായികൾ, ശിഷ്യന്മാരുടെ സ്നേഹമില്ലാത്ത ഗുരു, ഗുരുവിനോട് സ്നേഹമില്ലാത്ത ശിഷ്യന്മാർ, പട്ടിക എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടിപ്പറയാം. കാലം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. പക്ഷേ വിശ്വസഹജമായ ഒരു സൽഭാവമാണ് ഇത്. അത് നൈസർഗികമാണ് ജീവജാലങ്ങളിൽ. അത് കണ്ടെങ്കിലും പഠിക്കണ്ടേ. നമ്മൾ വളർത്തുന്ന പക്ഷികൾക്കോ നായ്ക്കോ പൂച്ചയ്ക്കോ പശുവിനോ കാളയ്ക്കോ ഒക്കെ ആഹാരം കൊടുക്കുമ്പോൾ അത് മുരളുന്നതും ഞരങ്ങുന്നതും നമ്മുടെ ശരീരത്തിൽ ഉരുമി നടക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നന്ദി സൂചകമാണ്. അത് കണ്ട് മനുഷ്യൻ പഠിക്കണം. എന്നിട്ട് ചിലർ പറയും, എനിക്കാരോടും കടപ്പാടില്ല, എനിക്കാരോടും അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല. വിഡ്ഢിയായ മനുഷ്യ, നിനക്ക് കടപ്പാടില്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല. നീ കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ എത്ര 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 സൂക്ഷ്മമായ ബാക്ടീരിയകൾ വേണം, എത്ര കോടാനുകോടി വേണം. നീ കണ്ടിട്ടുണ്ടോ ഈ ബാക്ടീരിയയെ? മണ്ണിലെ ഞാഞ്ഞൂലുകൾ മുതൽ പരാഗണം നടത്തുന്ന ചെറുപ്രാണികൾ മുതൽ കിളികൾ മുതൽ കടലും കാറ്റും ഒക്കെ എല്ലാത്തിനോടും കടപ്പെട്ടിട്ടല്ലാതെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. നാമൊന്നും ഒന്നുമല്ല. ഏതോ ഒരു അജ്ഞാത ശക്തി നമ്മെ ഇങ്ങനെ നയിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിതമായി നന്ദി കാണിക്കുമ്പോൾ ആത്മസമർപ്പണത്തിൻ്റെ ഒരു സാന്ദ്രക്രാന്തി നമ്മളിൽ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതല്ല, നന്ദി പ്രകടിപ്പിക്കേണ്ടതല്ല, നന്ദി ചെയ്യേണ്ടത് മാതാപിതാക്കളോടല്ലേ. എനിക്കറിയാം, ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ഒരു സഹോദരി, ഉയർന്ന ഉദ്യോഗത്തിലാണ്. അവർ 5 കൊല്ലം മുമ്പേ VRS എടുത്തു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, വിവാഹിതയായി പോയി കഴിഞ്ഞപ്പോൾ ഏറെക്കാലം എനിക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. മക്കളെല്ലാം പല പരുവത്തിലായി, ഭർത്താവ് മരണപ്പെട്ടും പോയി. അതുകൊണ്ട് എനിക്ക് ഉദ്യോഗമല്ല വലുത്, അവസാന കാലം എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം കഴിയണം എന്ന് പറഞ്ഞ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയെ എനിക്കറിയാം. ഞാൻ അവരുടെ മുമ്പിൽ അറിയാതെ ശിരസ് നമിച്ചു പോയി. ഓർക്കുക,
എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കവി പാടിയതുപോലെ നന്ദി ആരോട് ചൊല്ലേണ്ടു ഞാൻ എന്ന ചിന്ത വളരെ ശരിയാണ്. എത്രയോ പഴഞ്ചൊല്ലുകളുടെ നന്ദി നമ്മളെ പഠിപ്പിക്കുന്നു. ഉണ്ട ചോറിന് ഉചിതം കാട്ടണമെന്നും പാലം കടക്കുവോളം നാരായണ എന്നും പാലം കടന്നാൽ കൂരായണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് പാശ്ചാത്യർ പറയുന്നു, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആർ നോട്ട് ചലഞ്ചസ്, ദേ ആർ ചോയ്സസ്. അവകൾ നയങ്ങൾ, നന്ദിയും നയങ്ങളും അത് വെല്ലുവിളിയല്ല, തിരഞ്ഞെടുക്കലാണ്. താങ്ക് യു ഈസ് ദ ബെസ്റ്റ് പ്രയർ വിച്ച് മാൻകൈൻഡ് ക്യാൻ സേ. ആയതിനാൽ സാരംഗവാണി സബ്സ്ക്രൈബ് ചെയ്തവരോടും അത് കൃത്യമായി കാണുന്നവരോടും പ്രതികരിക്കുന്നവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഖണ്ഡത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.